ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ലിമിറ്റഡ് റിസോഴ്സ്, അൺലിമിറ്റഡ് വാണ്ട്സ്, പരിമിതമായ വിഭവങ്ങൾ, അനേകം ആവശ്യങ്ങൾ. പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനേകം ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പ്രധാനമായും നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. രണ്ട്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്ന്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതിനെ നമ്മൾ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എന്ന് വിളിക്കാറ്. അഥവാ ലഭ്യമായ പരിമിതമായ വിഭവങ്ങളെ വിഹിതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഥവാ ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന പ്രശ്നമാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നത്. അതോടൊപ്പം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി, പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇവിടെ നമ്മൾ ഈ പാഠഭാഗത്ത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മൂന്ന് പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇനി നമ്മൾ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസിന്റെ പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അഥവാ PPC എന്ന് ചുരുക്ക രൂപത്തിൽ പറയും. അതിന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും വിളിക്കാറുണ്ട്. ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. Production possibility curve is a statistical device used to represent the central economic problems like allocation, full utilization, and growth of resources. Central economic problem പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. We can define the production possibility curve as the locus of points of combinations of two goods which an economy can produce with the available resources and the given level of technology. The production possibility curve can be defined as the locus of points of combinations of two goods which an economy can produce with the available resources and the given level of technology. നിർദ്ദിഷ്ട സാങ്കേതിക വിദ്യയും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളുടെ വിവിധ വസ്തുക്കളുടെ കോമ്പിനേഷനുകളെ സൂചിപ്പിക്കുന്ന ബിന്ദു അല്ലെങ്കിൽ വക്രത്തെയാണ്, ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വക്രത്തെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. നമ്മൾ പറയാം, നിർദ്ദിഷ്ട സാങ്കേതിക വിദ്യയും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷനുകളുടെ ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന കർവ്, ലൈനിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും വിളിക്കാറുണ്ട്. ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC.
The definition of production possibility curve is the locus of points of combinations of two goods which an economy can be produced with the available resources and the given level of technology. നിർദ്ദിഷ്ട സാങ്കേതിക വിദ്യയും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷനുകളുടെ ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന കർവ്. ആ കർവിനെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത്. എക്സ് ആക്സിസ് ക്ലോത്ത് ഒരു വസ്തുവാണ്, വൈ ആക്സിൽ എടുത്തുള്ളത് വീറ്റ് ഗോതമ്പ് മറ്റൊരു വസ്തുവാണ്. ഈ രണ്ട് വസ്തുക്കൾ കൂടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ലഭ്യമായ റിസോഴ്സ് ഗിവൺ ആണ്. ഗിവൺ റിസോഴ്സ് ആണ്. അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ക്ലോത്തിൻ്റെയും അതുപോലെ വീറ്റിൻ്റെയും വിവിധ കോമ്പിനേഷനുകൾ. രണ്ട് വസ്തുക്കൾ കൂടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിശ്ചിത അളവ് റിസോഴ്സ് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ റിസോഴ്സ് ഉപയോഗപ്പെടുത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ലഭ്യമായ റിസോഴ്സ് വെച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളായിട്ടുള്ള ക്ലോത്ത്, വീറ്റ് ഇവയുടെ വിവിധ കോമ്പിനേഷനുകളാണ് ആ കർവിലൂടെ കാണിക്കുന്നത്. അത്തരത്തിൽ കോമ്പിനേഷനെ കാണിക്കുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സാധ്യമായ ലഭ്യമായ റിസോഴ്സ് വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ രണ്ട് വസ്തുക്കളുടെ സാധ്യമായ കോമ്പിനേഷനുകൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നാണ് ലഭിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് that can be produced from a given amount of resources and given level of technology. Production possibility set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചിത സാങ്കേതിക വിദ്യയും ലഭ്യമായ അളവിലുള്ള വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സാധ്യമായ മൊത്തം കോമ്പിനേഷനുകളെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എ ബി സി കോമ്പിനേഷൻസ് കൊടുത്തിട്ടുള്ളത് എ ബി സി ഡി ഇ എഫ് ഇവയാണ് വിവിധ കോമ്പിനേഷനുകൾ. ഇത് കോട്ടൺ 0 1 2 3 4 5 അഥവാ ലഭ്യമായ റിസോഴ്സ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കോട്ടൺ 1000 കിൻഡൽ യൂണിറ്റ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് 0 യൂണിറ്റ് ആണ്. അഥവാ റിസോഴ്സ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വീറ്റ് ഉൽപാദനത്തിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് പരിശോധിക്കാം. കോട്ടൺ 0 ആണെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വീറ്റിന്റെ അളവ് 15. കോട്ടൺ നേരത്തെ നൽകിയിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചാൽ കിട്ടുന്നത് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിന് വിശദമായിട്ട് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ വിശദമായിട്ട് പറയാം.
സ്ക്രീനിൽ കാണാം ആൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് എ ബി സി ഡി ഇ എഫ് അഥവാ 6 കോമ്പിനേഷനിൽ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് കോളം സൂചിപ്പിക്കുന്നത് കോട്ട് അഥവാ ലഭ്യമായ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന 2 വസ്തുക്കളിൽ ഒന്ന് കോട്ടനാണ്. ഉൽപ്പാദിപ്പിക്കുന്ന അളവ് 0, 1, 2, 3, 4, 5. തേർഡ് കോളം സൂചിപ്പിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ വസ്തു വീറ്റ് ഗോതമ്പ്. ഉൽപാദനം 15, 14, 12, 9, 5, 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കോമ്പിനേഷൻ ഒരു ചേഞ്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എ എന്ന കോമ്പിനേഷൻ. ഈ കോമ്പിനേഷനിൽ കോട്ടന്റെ ഉൽപാദനം 0 ആണ്. അതേസമയം വീറ്റിന്റെ ഉൽപാദനം 15 ആണ്. That is when 15 units of the units mentioned here is that in 1000 quintals. When 15 units of wheat is produced, 0 unit of cotton is produced. That is, no cotton is produced here. Complete resources are used for the production of wheat. ഇവിടെ റിസോഴ്സ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് വീറ്റിന്റെ ഉൽപാദനത്തിനാണ് എന്നർത്ഥം. Now come to the second combination B. In the combination B, 1 unit of cotton is produced, while the unit of wheat produced is decreased from 15 to 14. ഈ കോമ്പിനേഷനിൽ കോട്ടന്റെ ഉൽപാദനം 1 യൂണിറ്റായി ഉയർന്നു. അതേസമയം വീറ്റിന്റെ ഉൽപാദനം 15 നിന്നും 14 കുറഞ്ഞിട്ടുണ്ട്. അഥവാ കോട്ടൺ 1 യൂണിറ്റ് അധികമായി ഉൽപ്പാദിപ്പിച്ചപ്പോൾ വീറ്റിന്റെ ഉൽപാദനം 1 യൂണിറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വന്നു. കാരണം 2 വസ്തുക്കൾ കൂടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ലഭ്യമായ റിസോഴ്സ് ലിമിറ്റഡ് ആണ്, സെയിം ആണ്. അതുകൊണ്ട് ഒരു വസ്തുവിന്റെ ഉൽപാദനം കൂട്ടണമെങ്കിൽ മറുഭാഗത്ത് മറ്റേ വസ്തുവിന്റെ ഉൽപാദനം കുറയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ കോട്ടൺ 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ 1 യൂണിറ്റ് മറുഭാഗത്ത് വീറ്റിന്റെ ഉൽപാദനം കുറച്ചിട്ടുണ്ട്. Now come to the third combination C. Here the unit of cotton produced is 2, while the unit of wheat produced is 12. C കോമ്പിനേഷനിൽ കോട്ടന്റെ ഉൽപാദനം 2 യൂണിറ്റ് ആണ്, വീറ്റിന്റെ ഉൽപാദനം 12 യൂണിറ്റ് ആണ്. അഥവാ കോട്ടന്റെ യൂണിറ്റ് 1 യൂണിറ്റ് കൂടി വർദ്ധിപ്പിച്ചു. അതേസമയം വീറ്റിന്റെ ഉൽപാദനം 2 യൂണിറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വന്നു. Now come to the D combination. In combination D, unit of cotton is 3, while unit of wheat is 9. D കോമ്പിനേഷനിൽ കോട്ടന്റെ ഉൽപാദനം 3 ആണ്, വീറ്റിന്റെ ഉൽപാദനം 9 കുറഞ്ഞിട്ടുണ്ട്. അഥവാ 2 നിന്നും 3 വർദ്ധിച്ചപ്പോൾ 1 യൂണിറ്റ് വർദ്ധിപ്പിച്ചപ്പോൾ വീറ്റിന്റെ ഉൽപാദനം 3 യൂണിറ്റ് 12 നിന്നും 9 കുറയ്ക്കേണ്ടതായിട്ട് വന്നു. The next combination is E, where the unit of cotton produced is 4, while unit of wheat produced is 5. E എന്ന കോമ്പിനേഷനിൽ വീറ്റിൽ കോട്ടന്റെ ഉൽപാദനം 4 ഉയർത്തി, വീറ്റിന്റെ ഉൽപാദനം വീണ്ടും കുറച്ചു, 5 ആയി. Now the last combination F, where the unit of cotton produced is increased to 5, while the unit of wheat produced became 0. F എന്ന കോമ്പിനേഷനിൽ കോട്ടന്റെ ഉൽപാദനം 5 വർദ്ധിപ്പിച്ചു. അതേസമയം വീറ്റിന്റെ ഉൽപാദനം 0 മാറുകയും ചെയ്തു. ഇതിനർത്ഥം എഫ് എന്ന കോമ്പിനേഷനിൽ കോട്ടന്റെ ഉൽപാദനം 5, വീറ്റിന്റെ ഉൽപാദനം 0.
എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ് പൂർണ്ണമായും ഉപയോഗിച്ചത് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ്. വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി റിസോഴ്സ് തീരെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ എ എന്ന കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കണ്ടു. മുഴുവൻ റിസോഴ്സും വീറ്റ് എന്ന വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി. ഇതിന്റെ ഫലമായി 15 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിച്ചു. കോട്ടന്റെ ഉൽപ്പാദനം 0 നമ്മൾ ഈ രണ്ട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പൊതുവിൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു ട്രെൻഡ്, കോട്ടൺ എന്ന വസ്തുവിന്റെ ഉൽപ്പാദനം ഓരോ യൂണിറ്റ് കൂടുന്തോറും വീറ്റ് എന്ന വസ്തുവിന്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്നു. അതിനർത്ഥം റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ മറ്റേ വസ്തുവിന്റെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ കുറയ്ക്കേണ്ടി വരുന്ന അളവിനെ, അഥവാ ഒരു വസ്തുവിന്റെ ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കുറയ്ക്കേണ്ടി വരുന്ന മറ്റേ വസ്തുവിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഈ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് വരച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പരിചയപ്പെടാം. നൽകിയിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വരച്ചിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. കാണുന്നുണ്ടല്ലോ. ഇവിടെ ഹിയർ വി took cloth on the x-axis, wheat on the y-axis. നമ്മൾ കണ്ടു ആദ്യം ക്ലോത്ത് 0 യൂണിറ്റ് ആയിരുന്നു. ആ സമയത്ത് വീറ്റിന്റെ ഉൽപാദനം 15 യൂണിറ്റ് ആയിരുന്നു. കോമ്പിനേഷൻ 0-15 എ എന്ന കോമ്പിനേഷൻ. വലത് ഭാഗത്ത് ബോൾഡ് ചെയ്ത് കൊടുത്ത ലൈനാണ് ABCDEF എന്ന് കാണുന്ന കർവ്. അതിൽ എ എന്ന കോമ്പിനേഷൻ 0 യൂണിറ്റ് ക്ലോത്ത് 15 യൂണിറ്റ് വീറ്റ്. ഇത് 0-15 കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയ പോയിന്റാണ് എ. അതുപോലെ എക്സ് ആക്സിൽ വലത്തോട്ട് പോകുന്തോറും ക്ലോത്തിന്റെ ഉൽപാദനം വർദ്ധിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. 1 യൂണിറ്റ് ആയിട്ട് ക്ലോത്തിന്റെ ഉൽപാദനം വർദ്ധിച്ചപ്പോൾ വീറ്റിന്റെ ഉൽപാദനം 15 നിന്നും താഴോട്ട് 14 ഇറങ്ങി. അവിടെ കാണുന്ന കോമ്പിനേഷൻ ബി എന്നാണ്. ബി കോമ്പിനേഷനിൽ ക്ലോത്തിന്റെ ഉൽപാദനം 1 യൂണിറ്റ്, വീറ്റിന്റെ ഉൽപാദനം 13 യൂണിറ്റ്. വീണ്ടും എക്സ് ആക്സിൽ വലത്തോട്ട് വന്നപ്പോൾ 2 യൂണിറ്റായി ക്ലോത്തിന്റെ ഉൽപാദനം വർദ്ധിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വീറ്റിന്റെ ഉൽപാദനം 12 ആയിട്ട് കുറഞ്ഞു. അഥവാ 2 യൂണിറ്റ് ക്ലോത്ത് ഉൽപ്പാദിപ്പിച്ചപ്പോൾ വീറ്റിന്റെ ഉൽപാദനം 12 ആയി. 2-12 എന്ന കോമ്പിനേഷനെ സൂചിപ്പിക്കുന്നത് സി എന്ന കോമ്പിനേഷൻ. വീണ്ടും എക്സ് ആക്സിൽ വലത്തോട്ട് മാറിയപ്പോൾ ക്ലോത്തിന്റെ ഉൽപാദനം 3 ആയിട്ട് വർദ്ധിക്കുന്നതായി കാണാം. അതേസമയം വൈ ആക്സിൽ വീറ്റ്സിന്റെ ഉൽപാദനം 9 ആയിട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെ സൂചിപ്പിക്കുന്ന കോമ്പിനേഷൻ ഡി. ഇനി എക്സ് ആക്സിൽ ക്ലോത്തിന്റെ ഉൽപാദനം 4 യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വീറ്റിന്റെ ഉൽപാദനം 5 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അഥവാ 4 യൂണിറ്റ് ക്ലോത്തിന്റെ ഉൽപാദനം നടക്കുമ്പോൾ വീറ്റിന്റെ ഉൽപാദനം 5 യൂണിറ്റ്. അതാ ഇ എന്ന കോമ്പിനേഷൻ അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലോത്തിന്റെ ഉൽപാദനം 5 യൂണിറ്റ് ആയിട്ട് കൂടിയപ്പോൾ വീറ്റിന്റെ ഉൽപാദനം 0 ആയിട്ട് ചുരുങ്ങി. അഥവാ 5-0 എന്ന കോമ്പിനേഷൻ. ക്ലോത്തിന്റെ ഉൽപാദനം 5 യൂണിറ്റ്, വീറ്റിന്റെ ഉൽപാദനം 0 യൂണിറ്റ്. അങ്ങനെ കാണിക്കുന്ന കോമ്പിനേഷനാണ് എഫ്. ABCDEF എന്നിങ്ങനെയുള്ള 6 കോമ്പിനേഷൻ. ഈ പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ കർവ്
അതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കണമെങ്കിൽ ആദ്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കോമ്പിനേഷൻസ് വേണം. ആ കോമ്പിനേഷനുകളെ നമ്മൾ അടയാളപ്പെടുത്തി ആ ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും വിളിക്കാറുണ്ട്. ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തായി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ്, രൂപം എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന രൂപം കോൺകേവ് ടു ദി ഒറിജിൻ, സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒറിജിൻ സീറോ കോൺകേവ് ആയിട്ടുള്ള ഷേപ്പാണ് കാണാറ്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. കോൺകേവ് ആവാം, കോൺവെക്സ് ആവാം, ഇപ്പോൾ കാണുന്ന നേരെ തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവാം, അതിൽ സ്ട്രൈറ്റ് ലൈനും ആവാം. എന്നാൽ ഇത് കോൺകേവ് ആകണമോ കോൺവെക്സ് ആകണമോ സ്ട്രൈറ്റ് ലൈൻ ആകണമോ എന്ന് തീരുമാനിക്കുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ലഭ്യമായ ടെക്നോളജിയും റിസോഴ്സും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു വസ്തുവിന്റെ ഉൽപാദനം ഒരു യൂണിറ്റ് കൂട്ടണമെങ്കിൽ മറ്റൊരു വസ്തുവിന്റെ ഉൽപാദനം കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് കുറയ്ക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഞാൻ ഒന്നും കൂടി ഒന്നുകൂടി ഞാൻ ഇവിടെ കാണിക്കാം. നോക്കുക, കോട്ടന്റെ ഉൽപാദനം എ കോമ്പിനേഷൻ 0 ആയിരുന്നു, ബി കോമ്പിനേഷൻ ആയപ്പോൾ 1 യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചു. അതേസമയം വീറ്റിന്റെ ഉൽപാദനം 15 ആയിരുന്നത് 14 ആയിട്ട് കുറഞ്ഞു. അഥവാ നിലവിൽ ലഭ്യമായ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് വസ്തുക്കളായ കോട്ടൺ, വീറ്റ് ഇവയിൽ ഒരു വസ്തുവായ കോട്ടന്റെ ഉൽപാദനം 1 യൂണിറ്റ് വർദ്ധിപ്പിച്ചു പോകുക, 0-ൽ നിന്ന് 1 ആയിട്ട് ഉയർത്തിയപ്പോൾ മറ്റേ വസ്തുവായ വീറ്റിന്റെ ഉൽപാദനം 15-ൽ നിന്നും 14 ആയിട്ട് കുറയ്ക്കേണ്ടി വന്നു. ഇവിടെ ഒരു വസ്തുവിന്റെ അഥവാ കോട്ടന്റെ ഉൽപാദനം 1 യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്ന, ത്യജിക്കേണ്ടി വന്ന അല്ലെങ്കിൽ കുറയ്ക്കേണ്ടി വന്ന അളവെന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. ഈ വ്യത്യാസത്തെ അല്ലെങ്കിൽ കുറവിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത യൂണിറ്റിൽ വരാം. ബി എന്നതിൽ നിന്ന് സി എന്ന കോമ്പിനേഷനിലേക്ക് വന്നാൽ കാണാൻ കഴിയും കോട്ടൺ 1 യൂണിറ്റിൽ 2 യൂണിറ്റായി, അത് 1 യൂണിറ്റ് കൂടി വർദ്ധിപ്പിച്ചു. ആ സമയത്ത് വീറ്റിന്റെ ഉൽപാദനം 14-ൽ നിന്ന് 12 ആയിട്ട് ചുരുങ്ങി. നേരത്തെ 1 യൂണിറ്റ് കുറഞ്ഞിടത്ത് 2 യൂണിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 1 യൂണിറ്റ് കൂടി കോട്ടന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചപ്പോൾ മറുഭാഗത്ത് കുറയ്ക്കേണ്ടി വന്ന വീറ്റിന്റെ അളവ് 2 യൂണിറ്റ് ആണ്. നേരത്തെ 1 യൂണിറ്റ് ആയിരുന്നു, അത് 2 യൂണിറ്റ് ആയിട്ട് കൂടി. ഈ യൂണിറ്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വില പറയുന്നു. ഇത് സി കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ 1 യൂണിറ്റ്, ഡി എന്ന കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ കോട്ടൺ 2 യൂണിറ്റിൽ നിന്നും 3 യൂണിറ്റ് ആയിട്ട് വർദ്ധിപ്പിച്ചു. അതാ 1 യൂണിറ്റ് കൂടി വർദ്ധിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് വീറ്റിന്റെ ഉൽപാദനം 12-ൽ നിന്നും 9 ആയിട്ട് കുറയ്ക്കേണ്ടി വന്നു. അതാ കുറയ്ക്കേണ്ടി വന്ന അളവ് 3 യൂണിറ്റ് ആണ്. നേരത്തെ 2 യൂണിറ്റ്, അതിന് മുമ്പ് 1 യൂണിറ്റ്, ഇപ്പൊ കുറയ്ക്കേണ്ടി വന്നത് 3 യൂണിറ്റ്. അഥവാ കോട്ടന്റെ ഉൽപാദനം ഓരോ യൂണിറ്റ് കൂട്ടും തോറും വീറ്റിന്റെ ഉൽപാദനത്തിൽ വരുത്തേണ്ട കുറവ് കൂടി കൂടി വരുന്നു. ആദ്യം 1, പിന്നെ 2, പിന്നെ 3. അഥവാ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആദ്യം 1 ആയിരുന്നു, പിന്നെ 2 ആയി, പിന്നെ 3 ആയി. ഇനി അടുത്ത കോമ്പിനേഷനിലേക്ക് നോക്കിയാൽ നമുക്ക് അത് 4 ആയി വരുന്നതായിട്ട് കാണാൻ കഴിയും.
നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ അത് 5 ആയിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കൂടി കൂടി വരുന്നതെങ്കിൽ അതിനെ ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കും. ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന 2 വസ്തുക്കളിൽ ഒരു വസ്തുവിന്റെ അളവ് കൂട്ടും തോറും മറുഭാഗത്ത് കുറയ്ക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവ് കൂടി കൂടി വരുന്നുവെങ്കിൽ അത് ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. അതേസമയം ഇതിന് നേരെ എതിരായിട്ട് ഒരു വസ്തുവിന്റെ അളവ് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന അളവ് വർദ്ധിപ്പിക്കും തോറും മറുഭാഗത്ത് കുറയ്ക്കേണ്ടി വരുന്ന അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആദ്യം കുറഞ്ഞത് 5 യൂണിറ്റ് ആണ്, പിന്നെ കുറയുന്നത് 4 യൂണിറ്റ് ആണ്, പിന്നെ കുറയുന്നത് 3 യൂണിറ്റ് ആണ്, പിന്നെ കുറയുന്നത് 2 യൂണിറ്റ് ആണ്. ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡാണ് കാണുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഡിക്രീസ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിമിനിഷിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ മൂന്നാമത്തെ രൂപമാണ് ഒരു വസ്തുവിന്റെ ഉൽപ്പാദിക്കുന്ന അളവ് കൂടുന്തോറും മറുഭാഗത്ത് കുറയ്ക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവ് ഒരേ രീതിയിലാണെങ്കിൽ, ഉടനീളം ഒരേ അളവിലാണെങ്കിൽ കൂടുന്നുമില്ല കുറയുന്നുമില്ല. 1 യൂണിറ്റ് അടുത്തലും 1 യൂണിറ്റ്, ഓരോ യൂണിറ്റ് വീതമാണ് കുറയുന്നത്. അല്ലെങ്കിൽ 2 യൂണിറ്റ് വീതമാണ് കുറയുന്നത്, അല്ലെങ്കിൽ 3 യൂണിറ്റ് വീതമാണ് കുറയുന്നത്. ഒരേ അളവിലാണ് ഉടനീളം കുറയുന്നതെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഇങ്ങനെ 3 തരത്തിലുള്ള മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്: ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിമിനിഷിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് കോൺസ്റ്റന്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഞാൻ അതൊന്ന് സ്ക്രീനിൽ എഴുതണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ 3 വകഭേദങ്ങളെന്ന് വൈറ്റ് ബോർഡിൽ എഴുതാം. മാർജിനൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് 3 തരത്തിൽ കാണാം. ഒന്ന്, ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ ഇൻക്രീസിംഗ് MOC. MOC മീൻസ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. 2, ഡിക്രീസിംഗ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഡിമിനിഷിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. 3, കോൺസ്റ്റന്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കോൺസ്റ്റന്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 3 തരത്തിൽ കാണാം. എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? നേരത്തെ ഞാൻ പറഞ്ഞു, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ലഭ്യമായ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന 2 വസ്തുക്കളിൽ ഒരു വസ്തുവിന്റെ അളവ് 1 യൂണിറ്റ് കൂട്ടുമ്പോൾ, നമ്മൾ തന്നിട്ടുള്ള ഉദാഹരണത്തിൽ കോട്ടന്റെ അളവ് 1 യൂണിറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് കുറയ്ക്കേണ്ടി വന്ന വീറ്റിന്റെ ഉൽപാദനം, ഉപേക്ഷിക്കേണ്ടി വന്ന വീറ്റിന്റെ യൂണിറ്റ്, അതിനാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു വസ്തുവിന്റെ ഉൽപാദനം 1 യൂണിറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് കുറയ്ക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവ് കൂടി കൂടി വരുന്നുവെങ്കിൽ അതിനെ ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. അതേസമയം ഒരു വസ്തുവിന്റെ
ഉൽപാദനം ഒരു യൂണിറ്റ് കൂട്ടുന്നതോറും മറുഭാഗത്ത് ഉപേക്ഷിക്കേണ്ടി വരുന്ന അളവ് കുറഞ്ഞു വരുന്നുവെങ്കിൽ അതിനെ ഡിമിനിഷിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. അതുപോലെ ഒരു വസ്തുവിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കും തോറും മറുഭാഗത്ത് കുറയ്ക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവ് സമാനമായ രീതിയിലാണെങ്കിൽ, തുല്യമായ രീതിയിലാണെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ സ്വഭാവം എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പിനെ തീരുമാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. അതുപോലെ വളഞ്ഞ വക്രം കമിഴ്ത്തി വെച്ചതുപോലെയാണ്. അതിന് കാരണം ആ PPC വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഇപ്പൊ കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കോട്ടൺ എന്ന വസ്തുവിന്റെ ഉൽപാദനം ഓരോ യൂണിറ്റ് വർദ്ധിപ്പിക്കുന്നതോറും മറുഭാഗത്തിൽ കുറയ്ക്കേണ്ടി വന്ന വീറ്റിന്റെ യൂണിറ്റ് കൂടി വരുന്നു. അഥവാ ഇൻക്രീസിംഗ് മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് PPCയുടെ ഷേപ്പ് കോൺകേവ് ടു ഒറിജിനായിട്ട് മാറിയത്. നേരെ മറിച്ച് ഡിമിനിഷിംഗ് മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺവെക്സ് ടു ഒറിജിൻ ആയിരിക്കും. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 യൂണിറ്റ്. ഒറിജിന് കോൺവെക്സ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനുണ്ടാകുക. അതേസമയം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റന്റ് മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, നേർരേഖയായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പിനെ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ സ്വഭാവമാണ്. ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് കോൺകേവ് ടു ഒറിജിൻ ആണ്. നേരെ മറിച്ച് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിമിനിഷിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. അതുമല്ല, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് സ്ട്രൈറ്റ് ലൈനും ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് അറിയാനുള്ളത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം വിശദീകരിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ്, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ PPCയുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരു ഇക്കോണമിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നാണ് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി ആൻഡ് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇതാണ് ഒരു ഇക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ സെൻട്രൽ പ്രോബ്ലത്തെ PPCയുടെ സഹായത്തോടു കൂടി നമുക്ക് വിശദീകരിക്കാം. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ ചിത്രം നോക്കാം. രണ്ട് PPCകൾ കാണാം. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോർമൽ ലൈന്, അതിന് മുകളിലായിട്ട് ഡോട്ടഡ് ലൈനിലുള്ള ഒരു PPC. ഇതില് 15.5 അഥവാ എക്സ് ആക്സിൽ വീറ്റിന്റെ ഉൽപാദനം 5 യൂണിറ്റ്. മറ്റൊരു എക്സാമ്പിൾ ആണ്. അതേസമയം വൈ ആക്സിൽ മെഷീനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് 15 യൂണിറ്റ്. ഈ 15.5 അഥവാ 0.15 എന്ന ഒരു കോമ്പിനേഷൻ, 0.5 എന്ന മറു കോമ്പിനേഷൻ, പൂർണ്ണമായും റിസോഴ്സിനെ മെഷീന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷൻ 0 യൂണിറ്റ് വീറ്റും 15 യൂണിറ്റ് മെഷീനും. അതേസമയം മുഴുവൻ റിസോഴ്സും
വീറ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 യൂണിറ്റ് വീറ്റ്, 0 യൂണിറ്റ് മെഷീൻ. ഈ 2 പോയിന്റുകൾ അഥവാ എ എന്ന കോമ്പിനേഷനും എഫ് എന്ന കോമ്പിനേഷനും അവസാനിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മുകളിൽ എ, ബി, സി, ഡി, ഇ, എഫ് ഇങ്ങനെയുള്ള 6 കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. അഥവാ നിലവിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ 6 കോമ്പിനേഷനുകൾ. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മുകളിലുള്ള ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സ് ആണ്. അത് ലഭ്യമായ റിസോഴ്സുകൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അഥവാ ലഭ്യമായ റിസോഴ്സുകൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിയാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വീറ്റ്, മെഷീൻ തുടങ്ങി 2 വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷനുകളെയാണ് ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സൂചിപ്പിക്കുന്നത്. അഥവാ PPCയുടെ മുകളിലുള്ള ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി താഴെയായിട്ട് പി എന്നൊരു കോമ്പിനേഷൻ കാണാം. പി ഇത് പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയുള്ള വീറ്റിന്റെ കോമ്പിനേഷൻ 3, അതേസമയം മെഷീന്റെ യൂണിറ്റ് 6 അങ്ങനെ 3, 6 എന്ന ഒരു കോമ്പിനേഷനാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത് റിസോഴ്സിന്റെ അപൂർണമായ പ്രയോജനപ്പെടുത്തലിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നിലവിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സ് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ്. അഥവാ എനി പോയിന്റ്സ് ലൈങ് ബിലോ ദ PPC represent under utilization of resources. PPCയുടെ താഴെയുള്ള ഏതൊരു കോമ്പിനേഷനും സൂചിപ്പിക്കുന്നത്, പ്രതിദാനം ചെയ്യുന്നത് റിസോഴ്സിന്റെ അണ്ടർ യൂട്ടിലൈസേഷനെയാണ്. അതേസമയം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മുകളിലുള്ള ഡോട്ടഡ് PPC അതിന്മേൽ കാണാൻ ഒരു സി എന്ന കോമ്പിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. GH എന്ന് പറയുന്ന ഡോട്ടഡ് PPC, ഡോട്ടഡ് ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്ന PPC സി എന്ന കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കോമ്പിനേഷൻ നിലവിലുള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണം. നമ്മുടെ രാജ്യത്ത് സാങ്കേതികമായ പുരോഗതി ഉണ്ടാകുക വഴി നിലവിൽ ലഭ്യമാകുന്ന റിസോഴ്സിനേക്കാളും കൂടുതൽ റിസോഴ്സ് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകണം. ഗ്രോത്ത് ഓഫ് റിസോഴ്സ് സംഭവിക്കണം. അങ്ങനെ ഗ്രോത്ത് ഓഫ് റിസോഴ്സ് സംഭവിച്ചാൽ മാത്രമേ പുതിയ PPC കാണിക്കുന്ന സി എന്ന കോമ്പിനേഷൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് സൂചിപ്പിക്കുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് റിസോഴ്സസിനെയാണ്. അപ്പോൾ ഇക്കണോമിക് പ്രോബ്ലംസ് ആയിട്ടുള്ള അലോക്കേഷൻ റിസോഴ്സസ്, ലഭ്യമായ റിസോഴ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് 2 വസ്തുക്കളെ ഏതെല്ലാം വിധത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നത് ഈ ചിത്രം കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ റിസോഴ്സുകളെ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷനുകളെയാണ് ആദ്യത്തെ ബ്ലാക്ക് ലൈനിലുള്ള PPCയിലെ A, B, C, D, E, F എന്നീ കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത്. ഈ PPCയുടെ മുകളിലുള്ള എല്ലാ പോയിന്റുകളും എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. റിസോഴ്സിന്റെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗപ്പെടുത്തലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം PPCയുടെ മുകളിലുള്ള P എന്ന കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഏത് കോമ്പിനേഷൻ ഉണ്ടായാലും ആ കോമ്പിനേഷനുകളെല്ലാം അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം നിലവിലുള്ള PPCയുടെ മുകളിൽ ഉള്ള മറ്റൊരു കോമ്പിനേഷൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ റിസോഴ്സിന്റെ ഗ്രോത്ത് ഉണ്ടാവണം. അഥവാ ഇക്കണോമിക് ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇക്കോണമിയിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വഴിയോ മറ്റോ എക്കണോമിക് ഗ്രോത്ത് ഇക്കോണമിയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അത് റിസോഴ്സുകളുടെ അളവ് കൂട്ടാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ റിസോഴ്സിന്റെ അളവ് കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസിനെ ഈ തരത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. ഇനി സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം ഒരു ഇക്കോണമിയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ഇക്കോണമിയുടെ സ്വഭാവം ഏത് തന്നെയായിരുന്നാലും, അഥവാ ലോകത്ത് പലതരത്തിലുള്ള ഇക്കോണമികൾ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്ത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, പിന്നെ മാർക്കറ്റ് ഇക്കോണമി എന്നാണ് നമ്മൾ ഇവിടെ വിളിക്കാറ്. അതുപോലെ സോഷ്യലിസ്റ്റ് ഇക്കോണമി, ഇവിടെ നമ്മൾ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് വിളിക്കും. അതുപോലെ മിക്സഡ് ഇക്കോണമി. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഇക്കോണമികൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഏത് തരത്തിലുള്ള ഇക്കോണമി ആണെങ്കിലും ആ ഇക്കോണമികൾക്കൊക്കെ ഈ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവർ എങ്ങനെയാണ് ഈ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം കൈകാര്യം ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, പ്രധാനപ്പെട്ട ഇക്കോണമികളാണ്. ഒന്ന് മാർക്കറ്റ് ഇക്കോണമി അഥവാ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം in which all means of productions are owned and managed by the private individuals. അവിടെയുള്ള എല്ലാ ഉൽപാദന സാമഗ്രികളുടെയും ഉടമസ്ഥാവകാശ നിയന്ത്രണവുമൊക്കെ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ്. സ്വകാര്യ വ്യക്തികൾ കൈവശം വെക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ ആയിരിക്കും, അല്ലെങ്കിൽ ഉൽപാദന സാമഗ്രികളായിരിക്കും ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഉണ്ടാവുക, മാർക്കറ്റ് ഇക്കോണമിയിൽ ഉണ്ടാവുക. ഈ മാർക്കറ്റ് ഇക്കോണമിയിൽ മാർക്കറ്റ് മെക്കാനിസം അഥവാ പ്രൈസ് മെക്കാനിസമാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് കൈകാര്യം. അത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രൈസ് മെക്കാനിസം അഥവാ മാർക്കറ്റ് മെക്കാനിസമാണ്. എന്താണ് പ്രൈസ് മെക്കാനിസം, മാർക്കറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നോക്കാം. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം which fixes price of goods and services based on demand and supply. ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിൽ സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുന്ന സിസ്റ്റത്തെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഏത് ആ മാർക്കറ്റ് ഇക്കോണമിയിൽ ഏതൊരു സാധനത്തിന്റെയും സേവനത്തിന്റെയും വില തീരുമാനിക്കുന്നത് ആ സാധനങ്ങൾക്കുള്ള ഡിമാൻഡ്, ആവശ്യം, സപ്ലൈ, അതിന്റെ ലഭ്യത. ഒരു വസ്തുവിന്റെ ആവശ്യത്തിന്റെയും ലഭ്യതയുടെയും അടിസ്ഥാനത്തിലാണ് ആ വസ്തുക്കളുടെ വില തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ പ്രൈസ് മെക്കാനിസമാണ് ഒരു മാർക്കറ്റ് ഇക്കോണമി അഥവാ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം കൈകാര്യം ചെയ്യുന്നത്. അഥവാ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് മോട്ടീവാണ്. അഥവാ ഉപഭോക്താവിന് പരമാധികാരം ഉണ്ടാവും ഈ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം മറ്റൊരു ഇക്കോണമിയാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. അത് നമ്മൾ ഇവിടെ വിളിക്കുന്നത് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയാണ്. ഇതിന്റെ പ്രത്യേകത, ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺ ആൻഡ് മാനേജ്ഡ് ബൈ ദ ഗവൺമെന്റ്. എല്ലാ ഉൽപാദന സാമഗ്രികളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെന്റിന്റെ കയ്യിലാണ്. അത് ഗവൺമെന്റ് ആണ് അവിടെ എല്ലാ ഉൽപാദനത്തിന്റെയും നിയന്ത്രണം വഹിക്കുന്നത്. എല്ലാ ഉൽപാദന സാമഗ്രിയുടെയും ഉടമസ്ഥാവകാശം ഗവൺമെന്റിന് മാത്രമാണ്. അത് സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഇവിടെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അഥവാ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. ആസ് എ മിക്സഡ് ഇക്കോണമിയിൽ നമുക്കറിയാം, it is the combination of a system in which coexist both capitalism, the elements of capitalism and socialism. ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും എലമെന്റ്സ് ഒന്നിച്ചു നിലനിൽക്കുന്ന ഒരു സമ്പദ്വ്യവസ്ഥിതിയാണ്, ഇക്കണോമിക് സിസ്റ്റത്തെയാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ആണെങ്കിൽ അവിടെ രണ്ടും ഉണ്ടാകും. അഥവാ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം കൈകാര്യം ചെയ്യുന്നതിൽ ഒരേ സമയം പ്രൈസ് മെക്കാനിസത്തിനും ഗവൺമെന്റിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാകും. അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രൈസ് മെക്കാനിസവും ഗവൺമെന്റും അവരുടേതായ പങ്ക് വഹിക്കുന്നു. ഇങ്ങനെ
വിവിധ ഇക്കണോമിക് സിസ്റ്റത്തിൽ വിവിധ തരത്തിലാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ സെൻട്രൽ പ്ലാൻ ഇക്കോണമിയുടെ പ്രത്യേകത വെൽഫെയർ മോട്ടീവാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ജനങ്ങളുടെ സാമൂഹിക ക്ഷേമത്തിനും ഉന്നമനത്തിനും കൂടുതൽ പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്നു. ഇതാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം വിവിധ ഇക്കോണമി കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്കണോമിക്സിന്റെ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായി തിരിക്കുകയാണ്. മൈക്രോ ഇക്കണോമിക്സ് എന്നും മാക്രോ ഇക്കണോമിക്സ് എന്നും. മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. ആദ്യം മൈക്രോ ഇക്കണോമിക്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Microeconomics. The economic theory is classified into two as microeconomic theory and macroeconomic theory. Economic theory നമുക്ക് microeconomic theory എന്നും macroeconomic theory രണ്ടായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ ഭാഗത്തെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം നമ്മൾ വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യും. എന്നാലും എന്താണ് മൈക്രോ എക്കണോമിക്സ് നമ്മുടെ വ്യത്യാസം എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം മൈക്രോ എക്കണോമിക്സിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. The word micro is derived from the Greek word micros. Micros എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മൈക്രോ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഞാനൊന്നിവിടെ എഴുതുന്നുണ്ട്. മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മൈക്രോ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം സ്മോൾ, ചെറിയത് എന്നാണ്. ചെറിയത് എന്ന അർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മൈക്രോ എന്ന പദം ആവിർഭവിച്ചിട്ടുള്ളത്. മൈക്രോ ഇക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ് പാർട്സ് ഓഫ് ദി ഇക്കോണമി ഫോർ ഇൻഡിവിജ്വൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് പാർട്സ് ഓഫ് ദി ഇക്കോണമി. ഒരു ഇക്കോണമിയുടെ ഒരു ഭാഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അഥവാ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ദി ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ ഒരു വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ചാണ് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത് ദ സ്റ്റഡി ഓഫ് ദി ഇക്കോണമി ആസ് എ ഹോൾ. ദാറ്റ് ഈസ് സ്റ്റഡി ഓഫ് ദി ഇക്കോണമി ഇൻ ടോട്ടൽ. ഒരു ഇക്കോണമിയെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. മാക്രോ എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മാക്രോ എന്ന പദം ഉണ്ടായത്. ഇതിനർത്ഥം ലാർജ്, വലിയത്. വലുത് എന്ന അർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മാക്രോ എന്ന പദം ആവിർഭവിച്ചത്. മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത് ഒരു ഇക്കോണമിയെ കുറിച്ച് മൊത്തത്തിലാണ്. അതിനെ അഗ്രഗേറ്റ് ഇക്കോണമി എന്ന് വിളിക്കാറുണ്ട്, ഇൻകം തിയറി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഇക്കോണമിയുടെ ഒരു ഭാഗത്തെ കുറിച്ചാണ്, ഇക്കോണമിയിലെ ഒരു വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ചാണ്. അവിടെ ഒരു കൺസ്യൂമറുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, ഒരു ഉൽപാദകന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, ഒരു വസ്തുവിന്റെ ഇൻഡിവിജ്വൽ പ്രൈസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ
ഇവിടെ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്ത തിയറികൾ ഡിമാൻഡ്, പ്രൊഡക്ഷൻ, കോസ്റ്റ്, അതുപോലെ ഉൽപാദന ഘടകങ്ങളുടെ വിലകൾ, തിയറി ഓഫ് വെൽഫെയർ, പ്രൈസ് തിയറി, ഇവയൊക്കെയാണ് പ്രധാനമായും നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഒരു ഇക്കോണമിയിലെ അഗ്രഗേറ്റ് യൂണിറ്റുകളായിട്ടുള്ള എക്കണോമിക് യൂണിറ്റുകളായിട്ടുള്ള നാഷണൽ ഇൻകം, അതുപോലെ അഗ്രഗേറ്റ് പ്രൈസ് ലെവല്, അഗ്രഗേറ്റ് ഡിമാൻഡ്, അഗ്രഗേറ്റ് സപ്ലൈ, അതുപോലെ ഇക്കോണമിയിലെ ടോട്ടൽ എംപ്ലോയ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അതുപോലെ ഇക്കോണമിയിലെ അഗ്രഗേറ്റ് ഇക്കണോമിക് യൂണിറ്റുകളെ കുറിച്ചാണ് മാക്രോ എക്കണോമിക്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫോറസ്റ്റ്, ഒരു ട്രീ ഇവയുമായി കമ്പയർ ചെയ്യാറുണ്ട്. ഒരു വനത്തിലെ മരത്തോടാണ് മൈക്രോ എക്കണോമിക്സിനെ ഉപമിക്കുന്നത്. അതേസമയം വനത്തോടാണ് മാക്രോ എക്കണോമിക്സിനെ നമ്മൾ ഉപമിക്കുന്നത്. ഇപ്പോൾ ഒരു വനത്തിലെ ഒരു ഭാഗം അല്ലെ അതിലൊരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് ഒരു മരം എന്ന് പറയുന്നത്. ആ മരത്തെക്കുറിച്ചുള്ള പഠനം മൈക്രോ എക്കണോമിക്സിന്റെ മൈക്രോ സ്റ്റഡിയുടെ ഭാഗമാണ്. ഈ മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗമായി നമ്മൾ ഭാവന ചെയ്യുന്നു. അതേസമയം എല്ലാ മരങ്ങളും കൂടി ഒന്നിച്ചു ചേർന്നതാണ് ഫോറസ്റ്റ്, വനം എന്ന് പറയുന്നത്. ആ വനത്തെക്കുറിച്ച് മൊത്തം മരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സിന്റെ ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ മാക്രോ എക്കണോമിക്സിനെയും മൈക്രോ എക്കണോമിക്സിനെയും ഉപമിക്കാറുണ്ട്. ഇതാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. അപ്പോൾ ഈ